ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ഉമേഷ് വൺ വ്ലോഗ്സ് ചാനൽ. ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ കേരള PSCയിലെ ഏറ്റവും അധികം ഉദ്യോഗാർത്ഥികൾ നോക്കിയിരിക്കുന്ന, എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്ന, ഒരുപാട് ആഗ്രഹങ്ങൾ സഫലീകരിക്കുന്ന ഒരു ജോബാണ് എനി ഡിഗ്രി, ഏതെങ്കിലും ഡിഗ്രി ഉള്ളവർക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ജോബ്. അസിസ്റ്റന്റ് സെക്രട്ടേറിയറ്റ്, അതുപോലെ ഓഡിറ്റർ, യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് തുടങ്ങിയിട്ടുള്ള എക്സാമുകൾ. അപ്പൊ എക്സാമിന്റെ നിയമന നിലയാണ് എന്ന് പറയുന്നത്, നിങ്ങൾ ഓൾറെഡി ഈ എക്സാം എഴുതുകയാണ്. 12/4/2023 എക്സാം. വീണ്ടും ഇതിന്റെ നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. ലാസ്റ്റ് അഡ്വൈസ് പോയത് 19/2/2025 അപ്പൊ ഇതിന്റെ സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റിന്റെ നിയമന ശുപാർശ 450 കടന്നിരിക്കുകയാണ്. അതിനകത്ത് ഓപ്പൺ കോട്ട 307 പേര്, EWS 324. അതായത് ഓപ്പൺ കോട്ടയിൽ തന്നെ എക്കണോമിക്കലി വീക്കർ സെക്ഷൻ ഒരു 17 പേര് എക്സ്ട്രാ വിളിച്ചിട്ടുണ്ട്. ഈഴവ 322 വേക്കൻസി, SC സപ്ലിമെന്ററി 26, അതായത് സപ്ലിമെന്ററി കടന്നിട്ടുണ്ട് SC. അതുപോലെ ST കാറ്റഗറി സപ്ലിമെന്ററി 12 വന്നിട്ടുണ്ട്. അപ്പൊ സപ്ലിമെന്ററിയിൽ SC ST കടന്നിട്ടുണ്ട്. മുസ്ലിം കാറ്റഗറി 432 വന്നിട്ടുണ്ട്. LC ആംഗ്ലോ ഇന്ത്യൻ 859 വരെ വിളിച്ചിട്ടുണ്ട്. OBC 304 ഓപ്പൺ കോട്ടയിൽ തന്നെയാണ് വന്നിരിക്കുന്നത്. വിശ്വകർമ്മ 632. അതുപോലെ SIUC നാടാർ 566. അതുപോലെ SCC സപ്ലിമെന്ററി 3 ആണ് വിളിച്ചിരിക്കുന്നത്. ധീവര 695, ഹിന്ദു നാടാർ 610. അങ്ങനെയാണ് ഈ വേക്കൻസികൾ പോകുന്നത്. അപ്പൊ ഈ ഒരു ജോബ് എന്ന് പറഞ്ഞാൽ എനി ഡിഗ്രി, BSc നഴ്സിംഗ് അല്ലെങ്കിൽ BPT അല്ലെങ്കിൽ BSc MLT, പാരാമെഡിക്കൽ വിഭാഗത്തിലുള്ളവർക്കും ഇത് അപേക്ഷിക്കാൻ പറ്റുന്ന ജോബ് തന്നെയാണ്. നിങ്ങളിലുള്ള ധാരാളം പേര് ഈ ഒരു ജോബിന് അപേക്ഷിക്കുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. ഒരുപാട് പേര് ഈ ജോബിന് നോക്കുന്നുണ്ട്. അപ്പൊ ലാസ്റ്റ് അഡ്വൈസ് പോയത് 19/2/2025. ഓക്കെ, അപ്പൊ നമുക്കിങ്ങനെ നിയമന നിലകളൊക്കെ നോക്കിയാൽ അറിയാൻ പറ്റും. അഞ്ജു CS എന്നുള്ള ആൾക്കാണ്, കൊല്ലം 428ാമത്തെ റാങ്കാണ് പോയിരിക്കുന്നത്. അതുപോലെ ജോസഫ് C തോമസ് 296. അത് ഓരോ കാറ്റഗറി അനുസരിച്ചിട്ടാണ്. ഓപ്പൺ കോട്ടയാണ് ഇവിടെ ഉള്ളത്. ആദ്യത്തെ ആള് ഓപ്പൺ കോട്ട അല്ലായിരുന്നു. അതിനനുസരിച്ചിട്ടാണ് ഇങ്ങനെ വിളിക്കുന്നത്. അപ്പൊ നിങ്ങൾക്കും അപേക്ഷിക്കാൻ പറ്റുന്ന ഒരു എനി ഡിഗ്രി ഉള്ളവർക്ക് 36 ജനറൽ കാറ്റഗറിക്ക് ഏജ് ലിമിറ്റ്, 39 OBC, SC ST ആണെങ്കിൽ 41. അപ്പൊ എനി ഡിഗ്രി ഉള്ളവർക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന നല്ല രീതിയിലുള്ള ഒരു PSCയിലെ ഒരു ഉദ്യോഗമാണ് സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ്, അതുപോലെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ്. അപ്പോൾ ഈ ഒരു ജോബിന് വേണ്ടി നിങ്ങൾക്ക് BSc നഴ്സിംഗ് കഴിഞ്ഞവരാണെങ്കിലും എനി ഡിഗ്രി ഉള്ളവർക്കാണെങ്കിലും അപേക്ഷിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് തന്നെ അടുത്ത ഒരു സെക്രട്ടേറിയറ്റ് അസിസ്റ്റന്റ് എക്സാമിന് വേണ്ടി ഇപ്പോൾ തന്നെ പഠിച്ചു തുടങ്ങാവുന്നതാണ്. അപ്പോൾ ഇതിന് കൂടെ തന്നെ നിങ്ങൾക്ക് ഇപ്പോൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് എക്സാമും തയ്യാറെടുക്കാവുന്നതാണ്. കാരണം ഒരേ കാറ്റഗറിയിലുള്ള ജോബുകളാണ്. ഇതിനുള്ള വരുന്നതൊക്കെ തന്നെ ഏകദേശം ഒരേ രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെയാണ് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് മറ്റൊരു വീഡിയോയിൽ കാണാം. നിങ്ങളുടെ ഈ കേരള PSCയുടെ അതുപോലെ മറ്റുള്ള ജോബ് ഇൻഫർമേഷൻസ് കാര്യങ്ങളൊക്കെ അറിയുന്നതിന് വേണ്ടി നമ്മുടെ ഈ ഒരു ചാനലിലൂടെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്.